സുഹൃത്തുക്കളെ, ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയിട്ട് അരനൂറ്റാണ്ടിലധികമായി. അന്ന് നമ്മൾ പോയത് അപ്പോളോ ദൗത്യത്തിലൂടെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യത്തെയാണ്. വെറുമൊരു ചാന്ദ്രയാത്രയല്ലേത്. 50 വർഷത്തിനു ശേഷം വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് തിരിച്ചു പോകുന്ന ചരിത്ര നിമിഷമാണ്. നിലവിലെ വിവരമനുസരിച്ച് 2025 സെപ്റ്റംബറിലാണ് ആർട്ടിമിസ് 2 വിക്ഷേപിക്കാൻ നാസ ലക്ഷ്യമിട്ടിരുന്നത്. 4 ബഹിരാകാശ യാത്രികരാണ് ഈ ദൗത്യത്തിനുള്ളിലുള്ളത്. ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണിത്. ചന്ദ്രനെ വലം വെച്ച് സുരക്ഷിതമായി തിരിച്ചു വരുന്ന ഈ ദൗത്യം വിജയിച്ചാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ലോകമേറെ ആകാംക്ഷയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. പഴയ അപ്പോളോ ദൗത്യത്തിൽ നിന്നും ആർട്ടിമിസിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ലക്ഷ്യമാണ്. അപ്പോളോ വിക്ഷേപിച്ചപ്പോൾ നമ്മൾ ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നു. എന്നാൽ ആർട്ടിമിസിലൂടെ ചന്ദ്രനിൽ മനുഷ്യൻ സ്ഥിരമായി താമസിക്കാനുള്ള ഒരു ബേസ് ക്യാമ്പ് ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റും യാത്രികർ സഞ്ചരിക്കുന്ന ഓറിയോൺ പേടകവും സാങ്കേതികമായി ഏറെ മുന്നിലാണ്. ആർട്ടിമിസ് 2 ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല. പകരം ചന്ദ്രനെ വലം വെച്ച് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. എന്നാൽ തുടർന്നുണ്ടാകുന്ന ആർട്ടിമിസ് 3 ഇറങ്ങാൻ പോകുന്നത് ചന്ദ്രന്റെ സൗത്ത് പോളിലാണ്. അവിടെയാണ് ഐസ് രൂപത്തിൽ വെള്ളമുണ്ടെന്ന് കരുതപ്പെടുന്നത്. ഈ വെള്ളം ഉപയോഗിച്ച് ഭാവിയിൽ കുടിവെള്ളവും ഓക്സിജൻ വരെ നിർമ്മിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ വലിയ പ്രത്യേകത. യാത്ര തിരിച്ച് 10-ാം ദിവസം ഓറിയോൺ പേടകം പസഫിക് സമുദ്രത്തിൽ പതിച്ചുകൊണ്ട് ഭൂമിയിൽ തിരിച്ചെത്തുന്നു. ചന്ദ്രനെ ഒരു ഇടത്താവളമാക്കി മാറ്റി അവിടെ നിന്നും ചൊവ്വയിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കും യാത്ര തിരിക്കാനുള്ള മനുഷ്യന്റെ വലിയ സ്വപ്നങ്ങളിലേക്കുള്ള തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്കിനായി ഞാൻ കാത്തിരിക്കുന്നു. നന്ദി.